നമുക്ക് നല്ലൊരു ചിക്കൻ കറി കൊണ്ട് റെഡിയാക്കാം. നല്ല ഇടിയപ്പത്തിലൂടെ കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ചിക്കൻ കറി. അതിനുവേണ്ടി നമ്മൾ ഏകദേശം 1 കിലോളം തൂക്കമുള്ളൊരു ചിക്കൻ നല്ലപോലെ കഴുകി റെഡിയാക്കി വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കാൻ വേണ്ടി 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, അല്പം മഞ്ഞപ്പൊടി, പിന്നെ പെരിഞ്ചീരകവും 4-5 ഏലക്കായും കൂടെ ചതച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരല്പം നാരങ്ങ നീരും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ച് നല്ലപോലെ നമുക്ക് തേച്ച് പുരട്ടി കൊണ്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മറ്റ് ചേരുവകളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/2 മുറി നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഇനി കൊണ്ട് മിക്സ് ചെയ്ത് വെക്കണം. അന്നേരം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂറോളം കൂടി ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി ചേരുവകളെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ചേർക്കാനായിട്ട് ചെറിയൊരു സവാള കട്ട് ചെയ്തത്, 1 പിടി തേങ്ങാക്കൊത്ത്, 2 തണ്ട് കറിവേപ്പില, 10 ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, പിന്നെ ഒരു തക്കാളി, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വഴത്തി എടുക്കണം. വഴത്തി എടുത്തിട്ട് വേണം നമ്മൾ മസാല ചേർത്ത് വെച്ച ചിക്കനൊക്കെ കൊണ്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ച് നല്ല കിടിലിനൊരു ചിക്കൻ കറി കൊണ്ട് റെഡിയാക്കാം. അന്നേരം ചിക്കൻ കറി വെക്കാനായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അന്നേരം ചട്ടി ഒന്ന് ചൂടായി വന്നിട്ട് അതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് ചേർത്ത് കൊടുക്കാം. അന്നേരം വെളിച്ചെണ്ണ ഒന്ന് ചൂട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അല്പം കടുക് കൊണ്ടിട്ട് പൊട്ടിക്കാം. കടുക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ട് പൊട്ടിച്ചാൽ മതി, ഓപ്ഷനിലാണ്. എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ കടുക് ഇട്ട് കൊണ്ട് പൊട്ടിക്കുന്നത്. അങ്ങനെ കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തും കടുകൊന്നും ചില ആൾക്കാർ ചേർക്കാറില്ല. ഞാൻ കറി വെക്കുമ്പോൾ ചേർക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കാതിരിക്കും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നല്ലപോലെ ഇളക്കി നല്ലപോലെ വഴത്തി ഒരു ബ്രൗൺ കളറാക്കി കൊടുക്കുക. എന്നാൽ നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി കൊണ്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മസാല പുരട്ടി വെച്ചേക്കുന്നത് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്ത് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഒരു 5 മിനിറ്റ് അടച്ചങ്ങോട്ട് വെക്കാം. ചിക്കനിൽ വെള്ളം ഇറങ്ങാനുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങട്ടെ. ചിക്കനൊക്കെ വെച്ച് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ബാലൻസ് മസാലയും കൂടെ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ചിക്കനിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വെള്ളം ഒഴിച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് തിളച്ച് അതിലെ വെള്ളം ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അന്നേരം ചിക്കനൊക്കെ വെച്ച് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. അന്നേരം ചിക്കനൊക്കെ ഒന്ന് ചൂടായി അതിലെ വെള്ളം ഇറങ്ങാനുള്ളതെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മസാലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് അങ്ങോട്ട് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിക്കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അല്പം ചാറായിട്ട് വെക്കുന്ന കറി ആയതുകൊണ്ടാണ്
വെള്ളം നല്ലപോലെ ഒഴിച്ചു കൊടുത്തിരുന്നത്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 15-20 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ അവിടെ കുക്ക് ചെയ്യണം. അന്നേരം നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് വെന്ത് റെഡിയായി വരും. ഇനി മസാലയായിട്ടൊന്നും തന്നെ ചേർക്കാൻ, എല്ലാം ചേർത്താണ്. ഇനിയും ലാസ്റ്റിൽ ഉപ്പ് മാത്രം നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ബാക്കി എല്ലാം ചേർത്തത്. ഇനി അടച്ചു വെച്ച് നമുക്ക് അങ്ങോട്ട് വേവിക്കാം. നമ്മുടെ ചിക്കൻ കറി എല്ലാം വെന്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം. തിളച്ച് നല്ല പോലെ വെന്ത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് ഒരല്പം കുറവുണ്ട്. ഉപ്പ് നമുക്ക് അവിടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ എല്ലാം പാകത്തിനാണ്, വേരിയും എല്ലാം കറക്റ്റാണ്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. എന്താണ് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ടുണ്ട്. നല്ലപോലെ എല്ലാം എണ്ണയൊക്കെ ഇങ്ങോട്ട് തെളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ ഇങ്ങോട്ട് ഓഫ് ചെയ്ത് കറി കൊണ്ട് ഇറക്കി അങ്ങോട്ട് വെക്കണം. അന്നേരം നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കറി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇടിയപ്പം കൂടെ റെഡിയാക്കിയിട്ട് വേണം ചിക്കൻ കറി കൂട്ടി അങ്ങോട്ട് കഴിക്കാൻ. അന്നേരം നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയും അതിൻ്റെ കൂടെ നല്ല ചൂട് ഇടിയപ്പമാണ് ഇന്നത്തെ സ്പെഷ്യല്. ചിക്കൻ കറിയും ഇടിയപ്പം നമുക്ക് അങ്ങോട്ട് കഴിച്ചു നോക്കാം. കൊള്ളാം. നല്ല സൂപ്പർ ഒരു കോംബോ ആണ് ചിക്കൻ കറിയും ഇടിയപ്പവും. സൂപ്പർ ഐറ്റം.